നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റന്റ് ആയിരുന്നു അൻസിബ. അതിലുപരിയായിട്ട് എല്ലാവർക്കും അറിയാം, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. ദൃശ്യത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. സോ അതിലുപരിയായിട്ട് റിയൽ ലൈഫിലെ അൻസിബയെ നമ്മൾ ബിഗ് ബോസിലൂടെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനലിൽ ഈ ടോപ്പിക് ഇപ്പോൾ എത്തുന്നതും. ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്ന നിലയിൽ അൻസിബയെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ലാലേട്ടന്റെ കാര്യം പറയണ്ടല്ലോ. നമ്മുടെ അമ്മയുടെ യോഗത്തിനകത്ത് അരങ്ങേറിയത് ഒരു ബിഗ് ബോസ് തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ശ്വേതാ മേനോനെ ചോദ്യങ്ങൾ കൊണ്ട് അമ്മയുടെ യോഗത്തിൽ അൻസിബ പ്രതിരോധത്തിലാക്കിയെന്നും നമുക്കറിയാലോ. ശ്വേതാ മേനോനും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു സീസൺ ഫസ്റ്റിലെ. സോ ഉത്തരം മുട്ടിയ ശ്വേതാ മേനോൻ ഒടുവിൽ രാജിവെച്ച് ഒഴിയുകയാണ് ഉണ്ടായത് എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇത് പറഞ്ഞത് മാലാ പാർവതിയാണ് കേട്ടോ. ഞാൻ വെറുതെ വായുവിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളല്ല. സോ അമ്മയ്ക്കകത്ത് അരങ്ങേറിയത് ഒരു ബിഗ് ബോസ് പോരാട്ടമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാഗ്യത്തിന് ലാലേട്ടനും അവിടെ ഉണ്ടായി. ലാലേട്ടനാണല്ലോ ആരെ എവിക്റ്റ് ചെയ്യണം, ആരെ അകത്ത് നിർത്തണം എന്നൊക്കെ ബിഗ് ബോസിനകത്ത് തീരുമാനിക്കുന്ന ഒരു പ്രധാന ഘടകം. പ്രേക്ഷകരുടെ വോട്ടൊക്കെ ഉണ്ടെങ്കിലും ലാലേട്ടൻ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തെറിപ്പിക്കാം. സോ എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയോട് സാദൃശ്യമുള്ള സംഭവങ്ങൾ നമ്മുടെ അമ്മ സംഘടനയ്ക്കകത്ത് അരങ്ങേറിയിരിക്കുകയാണ്. അൻസിബ തെളിവുകൾ നിരത്തി സംസാരിച്ചു. അൻസിബയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലാരിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്. അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടുണ്ട്. ഉറച്ച നിലപാടുകളുള്ള വളരെ സൗമ്യമായി പ്രതികരിക്കുന്ന ഒരാളാണ് അൻസിബ എന്ന് പറയുന്നത്. ഭാഗ്യവശാൽ ബിഗ് ബോസിനകത്ത് നമ്മുടെ സീസൺ 4 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ലക്ഷ്മി പ്രിയ ഉണ്ടായിരുന്നു എന്നൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. സോ നമ്മുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ സീസൺ 4 കണ്ടസ്റ്റന്റ്, പിന്നെ സീസൺ 6 കണ്ടസ്റ്റന്റ്, 5 ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, 7 കണ്ടസ്റ്റന്റും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് തന്നെ അമ്മയ്ക്കകത്ത് അരങ്ങേറുകയും ഒടുവിൽ ലക്ഷ്മി പ്രിയയുടെയും നമ്മുടെ ശ്വേതാ മേനോന്റെയും വിക്കറ്റ് തെറിക്കുകയും ചെയ്തു. രണ്ടുപേരും നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന്, അഥവാ അമ്മ വീട്ടിൽ നിന്ന് ഇജക്റ്റ് ആയിരിക്കുകയാണ്. അവരെ പിടിച്ച് പുറത്താക്കി എന്നാണ് കേൾക്കുന്നത്. അതേ സമയത്ത് അവർ പറയുന്നത് അവർ സ്വയം വാക്കൗട്ട് നടത്തി എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വാക്കൗട്ട് നടത്തിയതാണെങ്കിലും ഇജക്റ്റ് ആക്കി വിട്ടതാണെങ്കിലും അമ്മ സംഘടനയുടെ യോഗം അല്ലെങ്കിൽ അമ്മ സംഘടനയെ നമ്മൾ ബിഗ് ബോസ് വീടായി സങ്കല്പിച്ചാൽ ലക്ഷ്മി പ്രിയയും അതുപോലെ തന്നെ നമ്മുടെ ശ്വേതാ മേനോനും ഔട്ടായിരിക്കുകയാണ്. സോ ബാക്കിയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് ലാലേട്ടൻ തുടരുകയുമാണ്. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം.